ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കട്ട എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ സാധനം വരാൻ വേണ്ടിയുള്ള കട്ട വെയിറ്റിംഗ് ആണ്. അത് വരാനുള്ള ഒരു ഫീലിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലിനെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം ആ വെയിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ഫീൽ, അത് ഭയങ്കര ഫീലാണ്. സാധനം വന്നിട്ട് കാണാം. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഇതാ ഇവിടെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാം. ഇതാ അങ്ങനെ നമ്മളെ വണ്ടി വന്ന് സാധനത്തി അപ്പോൾ ഇതേ നമ്മൾ ആഗ്രഹിച്ച അവൻ്റെ 3100D സൗണ്ട് ബാർ നമ്മളെ കയ്യിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഓപ്പൺ ആക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഉണ്ടോ അല്ലേ, വെയിറ്റ് ഉണ്ടല്ലേ, ഒന്നും നോക്കണ്ട, തുടങ്ങിക്കോ. ഇത് നമുക്ക് ചുമരിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ TV ഒക്കെ ഉണ്ടെങ്കിൽ അതിനടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുമരിൽ വാൾ പ്ലഗ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കാനാണ്. രണ്ടെണ്ണം ഉണ്ട്, രണ്ട് സൈഡിൽ രണ്ടെണ്ണം വെച്ചിട്ട് വെക്കാവുന്നതാണ്. അതുകൊണ്ടാണിത്. പിന്നെ എല്ലാ സബ്ബൂഫറിൻ്റെ പോലെ തന്നെ വലിയ ഫിനിഷിലാണ് അല്ലേ. പക്ഷെ ഒന്നുകൂടി സാധാരണ എല്ലാതും പ്രൊജക്ട് ചെയ്ത് നിൽക്കലുണ്ട്. പക്ഷേ ഇത് നല്ല ഫ്രണ്ടിലും ഇതിൻ്റെ ഹോള് എയർ ഹോള് ബാക്കിലാണ്. ഇത് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നത്, അതുകൊണ്ട് നല്ല ഫിനിഷിങ് ഉണ്ട് സാധനം. ഇതാണ് ഫ്രണ്ട് വരുന്നത്. ഇതിൻ്റെ റിമോട്ട് കൊള്ളാമല്ലേ, നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്, ഫിനിഷിംഗ് ഉണ്ട്. AV കേബിൾ ഉണ്ട്. ഇത് ഇതിൻ്റെ കൂടെ വരുന്ന AV കേബിളാണ്. ഇത് 2 ചാനലുണ്ട്, നമുക്ക് ലെഫ്റ്റ് റൈറ്റും കൊടുക്കാം. പിന്നെ മൊബൈലിന് കൊടുക്കാനുള്ള ജാക്ക് പോർട്ടാണ്, ജാക്ക് അതിൻ്റെ പിന്നാണിത്. നല്ല ഫിനിഷിംഗ് ആണ്. സൗണ്ട് ബാറിൽ നൈസായിട്ട് ബോട്ടിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ സ്പീക്കർ വരുന്നത്, ഇവിടെ സ്പീക്കർ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു സ്പീക്കറുണ്ട്, ഇവിടെ സെൻട്രൽ ചാനലിൻ്റെ സ്പീക്കറുണ്ട്, അതേപോലെ ഇവിടെ 2 മൊത്തം 5 സ്പീക്കർ. പിന്നെ എടുത്ത് പറയാനുള്ള ഡോൾബി ഓഡിയോ ആണ്. ഇതിനകത്ത് വരുന്ന ഡോൾബി ഡിജിറ്റൽ പ്ലസ് ഈ ഓഡിയോ സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ബോട്ടിൻ്റെ സാധനമല്ലേ, നമുക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ഹെഡ്സെറ്റ് ആണെങ്കിൽ നമ്മൾ കുറേ യൂസ് ചെയ്താണ്. അപ്പോൾ എന്തായാലും ഈ ഹോം തിയേറ്ററൊക്കെ നമ്മൾ മേടിക്കുന്നേക്കാൾ ഒന്നുകൂടി നല്ലത് ഇത്. ശരിക്കും ആ ഒരു തിയേറ്റർ ഫീൽ കിട്ടും. പ്രത്യേകിച്ച് ബോട്ടിൻ്റെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇത് ബാക്കിലെ സ്പീക്കറാണ്, 2ാമത്തെ സ്പീക്കർ. ഇതാണ് അതിൻ്റെ റിയർ സ്പീക്കർ, ബാക്കിൽ വെക്കാനുള്ള 2 സ്പീക്കറാണ്. ഇതിനകത്ത് വരുന്നത് ഇവിടെ ഒരു സ്പീക്കർ കാണുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ഹൈ ഫ്രീക്വൻസിൻ്റെ സ്പീക്കർ ആയിരിക്കും, ഇവിടെ ഒരു സ്പീക്കർ കാണുന്നുണ്ട്. ഓക്കെ, ഇത് നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല പ്രീമിയം ലുക്കാണ്. ഇതിൻ്റെ വയർ എത്ര ലെങ്ത് ഉണ്ട് നോക്കണം, അത് നമുക്ക് നോക്കാം. ബാക്കിൽ സ്ക്രൂ ചെയ്ത് വെക്കാനൊരു സംഭവമുണ്ട്. പിന്നെ ഇതിൽ വാട്ട്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ 260 വാട്ട്സാണ്. അതിൽ 60 വാട്ട്സാണ് സബ് വൂഫർ വരുന്നത്. അപ്പോൾ നമുക്ക് റിമോട്ടിൽ ബാറ്റിടാം. ഇതിൻ്റെ കൂടെ വന്നതാണ്, യൂസ് ചെയ്യാൻ അടിപൊളിയാണ്, കൊള്ളാം. അപ്പോൾ അതിൻ്റെ സ്ക്രൂ ഉണ്ട്, സ്ക്രൂ പിന്നെ ഫിക്സ്. ഇതിൻ്റെ വാറൻറ്റിൻ്റെ ആണ്, 1 ഇയർ വാറൻറ്റി ഉള്ളത്. ഇതാണ് ബില്ല്. എമൗണ്ട് വരുന്നത് 12,999 രൂപ. അവൻ്റെ ബാർ 3100D ആ സാധനം നമ്മൾ കയ്യിലെത്തിയിരിക്കണം. അപ്പോൾ ഇനി അത് ഫിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കണക്ഷൻ കൊടുക്കാം. ഇത് പെട്ടെന്ന് കണ്ടാൽ നമുക്ക് നല്ല കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷേ സിമ്പിളാണ്. ഇതിൽ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്, അതായത് റെഡ്, വൈറ്റ്, ബ്ലൂ അങ്ങനെ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് നമ്മളെ ഫ്രണ്ടിലത്തെ സൗണ്ട് ബാറിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ കളർ കോഡ് മാച്ച് ചെയ്തിട്ട് ഇതിൽ ഇൻസെർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ റെഡിൽ കൊടുത്തു, വൈറ്റ്, ബ്ലൂവിൽ കൊടുത്തു. ഓക്കെ, ഇത് നമ്മളെ റിയൽ സ്പീക്കർ കൊടുക്കാം. SR റൈറ്റ്, ഇത് സറൗണ്ടിങ് ലെഫ്റ്റ്, SR ലെഫ്റ്റ് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് കണക്ഷൻ കൊടുക്കാനുള്ളത്. പിന്നെ ഇത് പവർ കോഡാണ്. ഈ പവർ കണക്ഷൻ വരുന്നത് നമ്മൾ സബ് വൂഫറിലേക്കാണ്. സബ് വൂഫറിലാണ് മറ്റു സ്പീക്കറിലേക്കുള്ള കണക്ഷൻ എല്ലാം പോകുന്നത്. പ്രത്യേകം പറയേണ്ട കാര്യം, ബാക്കിലെ കണക്ഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇത് വോളിയം കൺട്രോളാണ്. വോളിയം കൺട്രോളായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓപ്റ്റി കാണിക്കുന്ന ഓപ്റ്റിക്കലാണ്. ഇത് എച്ച് ഡി എം ഐ കേബിളായിരിക്കും. ഇത് ബ്ലൂടൂത്ത് മോഡ്. ഇത് ഓക്സ്. അങ്ങനെ മോഡ് ചേഞ്ച് ചെയ്യുന്ന ഓപ്ഷൻ ഇതിലാണ് വരുന്നത്. പിന്നെ വോളിയം കൺട്രോളിങ്. അപ്പോൾ നമുക്ക് ഓണാക്കാം. ഡിങ്കിൻ്റെ സബ്വൂഫറിൽ പവർ വന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കാണിച്ചു. ബ്ലൂടൂത്ത് ആയിരിക്കും. വീട്ടിൽ നമുക്ക് മൊബൈലിൽ ബ്ലൂടൂത്ത് ഓണാക്കാം. ന്യൂ ഡിവൈസ് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട്. കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് സോങ് പ്ലേ ചെയ്യാം. സൗണ്ടാണ്, രക്ഷയില്ല. എഫക്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മളെ ഡോൾബി. അപ്പോൾ നമ്മളിത് ഔട്ട് സൈഡിലാണ് അത് ആദ്യം ഫിറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇനി എന്ത് ചെയ്യുക, റൂമിനകത്ത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക. കാരണം റൂമിനകത്ത് ആണല്ലോ നമ്മളിത് വെക്കുക. എന്തായാലും സംഭവം കേട്ടോ വേറെ ലെവലാണ്. നമുക്ക് ഒരുപാട് DJ ഇടണമെന്നുണ്ട്, പക്ഷേ കുറച്ച് പരിമിതികളൊക്കെ നമുക്കിപ്പോൾ ഉണ്ട്. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണം നമുക്ക് NCSൻ്റെ മ്യൂസിക് മാത്രമേ ഇപ്പം പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ.